ആയിരിക്കാം. അപ്പൊ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഇതായില്ലേ, നമ്മൾ പിന്നെ മറവ് ചെയ്യാൻ ഈ ഇത്രയും പറഞ്ഞ കക്ഷികൾ ഇത്രയും ജിനു ഉണ്ടായിരുന്നു, പ്രമോദം ഉണ്ടായിരുന്നു, അനിലുണ്ടായിരുന്നു. ഈ അപ്പുറത്ത് നിന്ന ആളിനെ എനിക്ക് അത്ര കാണാൻ ഒക്കത്തില്ല, വെട്ടമില്ല. ആളിന്റെ നേരെ കിഴക്കേ വ്യവസ്ഥ ആ ചുണ്ട് താങ്ങി നിൽക്കുന്ന അവിടെ. അപ്പം ഇത്രയും കണ്ടു. വിളിച്ചോണ്ട് പോയ സുരേഷ് കുമാറാണ്. അപ്പം അപ്പോൾ ഞാൻ സഹായിക്കും എന്നുള്ള ഇതിലാണ് എന്നെ വിളിച്ചോണ്ട് പോകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല. ഉദ്ദേശം ഒരു 14-15 വർഷത്തിനകം ആയിട്ടുണ്ട്. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ആരും അറിയരുതെന്നുള്ള ഇത് ഒരു കുടുംബത്തിൽ വലിയ ജീവിച്ചു പോക്കോട്ടെ എന്ന് വിചാരിച്ചു പറയണമെന്ന് തോന്നി. ഞാൻ മനസ്സിലിങ്ങനെ എപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം കൂടുതൽ ഒരു സാഹചര്യം ഇങ്ങനെ ഉണ്ടായി. ഞാനിത് പുറത്ത് പറഞ്ഞു. പോലീസ് പറഞ്ഞു. അവിടെ അമ്പലപ്പുഴ CA വന്നു, CAയും പോലീസുകാരും വന്നു അവിടെ പറഞ്ഞു. പിന്നെ മാഡത്തിനോട് അതും ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാം പറഞ്ഞു. ഒന്നും അങ്ങനെയൊന്നും നമ്മളോട് പറയത്തില്ല. ആ കാറിങ്ങി ചാരിയിരുത്തിയേക്കായിരുന്നു. മരിച്ചിരിക്കുക. കഴുത്തിൽ ഷാളുണ്ട്. അപ്പം മാഡം എന്നോട് ചോദിച്ചു ഷാള് ഏതാ? ഞാൻ പറഞ്ഞു സാറേ എനിക്ക് അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മളങ്ങ് ആകെ അമ്പലന്ന് കഴിഞ്ഞ് ആദ്യമായിട്ട് നമ്മളിത് കാണുമില്ലേ. അമ്പലന്ന് കഴിഞ്ഞ് ഞാൻ പോകുന്നു, കടയിൽ വന്ന് കാണുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ അത് മറവ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ പറഞ്ഞു. എന്നോടും പറഞ്ഞ് മുരളിമശ്ശേരിയോടും പറയുന്ന ഇതാ എന്താ സ്വിച്ചുകാരൻ്റെ നേരെ വടക്ക് വശത്ത് ഒരു പിന്നെ മീൻകുളമുണ്ട്, മുട്ടേപ്പാൽ മീൻകുളമുണ്ട്, അവിടെ അങ്ങനെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 1 വർഷം അപ്രന്റീസായിട്ട് സ്വിച്ചുകാർ ജോലി ചെയ്തതാണ്. അപ്പം എനിക്ക് മാന്നാറാ. അപ്പോഴേ എനിക്ക് അവിടുത്തെ ഇതെല്ലാം സാഹചര്യങ്ങളെല്ലാം അറിയാം. സെപ്റ്റിക് ടാങ്കിൽ എവിടാന്നുള്ള നമുക്കറിയുന്നില്ലല്ലോ. ഇവർ പിന്നെ എവിടെ കൊണ്ടുപോയെന്നോ മറവ് ചെയ്തെന്നോ നമുക്കറിയുന്നില്ല. ഇങ്ങനെ ഒരു ഇതെന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതല്ലാതെ ഒന്നും അറിയത്തില്ല. എന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിനോടും പറഞ്ഞിട്ടുണ്ട്. താമസിക്കുക നേരെ കിഴക്കേ താമസിക്കുക. ഒരു കാരണവശാലും എനിക്ക് ഇവരുമായിട്ട് അങ്ങനെ ആരും ബന്ധമില്ല, അല്ലാതെ സ്നേഹ ബന്ധമേ ഉള്ളൂ. പിന്നെ സോമൻ എന്ന് പറയുന്ന ആള് ഇതിനകത്ത് യാതൊരു കാരണവശാലും പ്രതിയാകാൻ ഒരു വഴിയില്ല. അതിനി ഇവരിത് ആക്കിയതാണോ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇവരിത് ആക്കിയതാണോ? പേടിച്ചെന്ന് പറഞ്ഞാൽ നമുക്കവിടെ ജീവിക്കണം, നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളൂ. അപ്പോൾ അവിടെ ജീവിക്കണം, അതിനുകൊണ്ട് പേടിച്ചാൽ. ഞാൻ പറഞ്ഞില്ലേ സാറേ, ദേവകുമാർ സാർ പറഞ്ഞ പോലെ അവർ മൊത്തം ക്രിമിനലുകളാണ്, ഞങ്ങൾക്ക് അവിടെ ജീവിക്കാനൊക്കത്തില്ല. ഇപ്പോഴും ഇത് എല്ലാ കാര്യങ്ങളും ഇപ്പം ഇവിടെ മാധ്യമങ്ങളോട് സംസാരിച്ച പോലെ തന്നെ ഞാൻ അവിടെ മാഡത്തിനോട് സംസാരിച്ചു. പിന്നെ അമ്പലപ്പുഴയിൽ നിന്ന് CA വന്നായിരുന്നു, പോലീസുകാർ വന്നായിരുന്നു, അവരോട് സംസാരിച്ചു. ഇപ്പോഴാ എൻ്റെ ഈ മനസ്സിൽ നിന്ന് ഇത് വന്നത്. അതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. പറയാൻ നിന്നാൽ ഇതുകൊണ്ടാണ്. പറയുന്നവനുണ്ട്, പക്ഷേ പറയാത്ത ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മന്ദിരത്തിൽ വെച്ച് തന്നെ ഞങ്ങളെ അടിക്കുകയും പിടിക്കുകയും. ഞാനും ഭാര്യയെല്ലാം ആശുപത്രിയിലായിരുന്നു. അതുപോലെ വിജയൻ എന്ന് പറഞ്ഞ ആള് പുള്ളിക്കാരന്റെ തലയടിച്ചു പൊട്ടിച്ചു, മൈക്ക് വെച്ച് അടിച്ചതാ. മൈക്കിന്റെ ഇത് വെച്ച് വെട്ടുവത്തി ഇല്ല സാറേ. മമ്മട്ടിയുണ്ട്, കോട്ടുണ്ട്, പിന്നെ പിക്കാസുണ്ട്, കയറുണ്ട്, ഇത്രയും സാധനമുണ്ട്. അതേല്ല ചവിട്ടി ഇവിടെ ഇരിക്കുന്നത്. അനിലും പിന്നെ പ്രമോദ് പിന്നെ ജിനു ഈ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഈ മറ്റേ വണ്ടിയുടെ വടക്കേ വശത്ത് ഒരാൾ നിൽപ്പുണ്ട്. അതാരാന്നുള്ളത് നമ്മൾ തന്നെ അങ്ങ് അപ്സെറ്റായി. ഇത് കണ്ടു കഴിഞ്ഞുകൊണ്ട് പേടിച്ചു പോയി. ആദ്യമായിട്ട് നമ്മളിത് കാണുക. പേടിച്ചു പോയി ഞാൻ പോന്നു. പിന്നെ എന്നെ വിളിച്ചുമില്ല.